മർക്കോസിന്റെ സുവിശേഷത്തിൽ പറഞ്ഞ പ്രകാരമാണ് പാസ്റ്റർ സർപ്പത്തെ കയ്യിലെടുക്കുന്നത്. After interpreting one particular Bible verse extremely literally. That verse is Mark 16:17. In my name shall they cast out devils. They shall speak with new tongues. They shall take up serpents. Thou shalt lay hands on the sick and they shall recover. ഇന്ന് നമ്മുടെ കയ്യിലുള്ള ഏറ്റവും പഴയ ബൈബിളിൽ ഒന്നായ കോഡെക്സ് സൈനാറ്റിക്കസില് മർക്കോസ് 16:8 അവസാനിക്കുവാണ്. ഇതില് സ്ത്രീകള് ശൂന്യമായ കല്ലറയിൽ പോകുന്നു. അവിടെ ഒരു ബാലിക്കാരനെ കണ്ട ശേഷം പേടിച്ച് ആരോടും ഒന്നും പറയാതെ ഇരിക്കുന്നു. ഇതാണ് 16:8 സംഭവിക്കുന്നത്. ഇതൊരു അബ്രപ്റ്റ് ആയിട്ടുള്ള ഒരു എൻഡിങ് ആണ്. നമ്മൾ ഈ എൻഡിങ് ആണ് കോഡെക്സ് സൈനാറ്റിക്കസിൽ കാണുന്നത്. എന്നാൽ ചില കയ്യെഴുത്ത് പ്രതികളിൽ നമ്മൾ വേറൊരു എൻഡിങ് കാണാറുണ്ട്. അതില് സ്ത്രീകള് തിരിച്ച് പത്രോസിന്റെ അടുത്ത് ചെല്ലുന്നു, പത്രോസിനോട് ഈ കാര്യങ്ങൾ പറയുന്നു. പിന്നീട് യേശു അവർക്ക് പ്രത്യക്ഷപ്പെട്ട ശേഷം ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുന്നു എന്ന് പറയുന്നു. ഇതിനെ മാർക്കിന്റെ ഷോർട്ടർ എൻഡിങ് എന്ന് പറയും. അപ്പൊ നേരത്തെ അബ്രപ്റ്റ് ആയിട്ടുള്ള ഒരു എൻഡിങ് കണ്ടു, പിന്നെ ഇപ്പോൾ ഷോർട്ടർ എൻഡിങ് കണ്ടു. പിന്നെ ഇന്ന് നമ്മുടെ ബൈബിളിലെല്ലാം ഉള്ള 16-20 വരെ നീണ്ടു നിൽക്കുന്ന ലോങ്ങർ എൻഡിങ് ഉണ്ട്. അതിലാണ് യേശു പ്രത്യക്ഷപ്പെട്ട ശേഷം പാമ്പുകളെ കയ്യിലെടുക്കാനും രോഗികൾക്ക് രോഗശാന്തി കൊടുക്കാനും പിശാചു ബാധിതരെ സുഖപ്പെടുത്താനും ഒക്കെ അനുഗ്രഹം ശിഷ്യന്മാർക്ക് നൽകുന്നത്. 3 എൻഡിങ് ആണുള്ളത് മാർക്കിന്. ഈ അബ്രപ്റ്റ് എൻഡിങ്, ഈ ഷോർട്ട് എൻഡിങ്, ഈ ലോങ് എൻഡിങ്. എന്തായിരിക്കും നടന്നത്? മർക്കോസിന്റെ സുവിശേഷം 16:8 സ്ത്രീകൾ ആരോടും മിണ്ടാതിരിക്കുന്നത് കണ്ട ശേഷം അക്കാലത്തെ ഒരു സ്ക്രൈബ്, വൃത്തികെട്ട ഡയലോഗ്, യഥാർത്ഥ ജീവിതത്തിൽ ആരെങ്കിലും അങ്ങനെ സംസാരിക്കൂ? പിന്നീട് മത്തായി, ലൂക്ക, യോഹന്നാൻ വായിച്ച ശേഷം സ്ക്രൈബ്. ക്ലൈമാക്സ് കിട്ടി. ആരും പ്രതീക്ഷിക്കാത്ത ക്ലൈമാക്സ്. മലയാള സിനിമ ഇന്ന് വരെ കാണാത്ത ക്ലൈമാക്സ്. 10 ദിവസമാണ് നല്ലൊരു ക്ലൈമാക്സിന് വേണ്ടി തലപെരിപ്പിച്ചത്. ക്ലൈമാക്സ് കിട്ടി. ഇങ്ങനെ മർക്കോസിന്റെ സുവിശേഷത്തിന്റെ അവസാനം കൂട്ടിച്ചേർത്തതാണ്.